നമസ്കാരം. RICT ദർപ്പൺ ഇൻഫോ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബോർഡ റിപ്പോർട്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് ബ്രാഞ്ച് ഓഫീസ് ഡെയിലി അക്കൗണ്ട്സിന്റെ റിപ്പോർട്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യാന്നുള്ള കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇന്ന് ചോദിച്ചിരുന്നു, ബോർഡ റിപ്പോർട്ട് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യേണ്ടതെന്ന് ചേച്ചി ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിരുന്നു. സോ അതാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഡേറ്റും ബോർഡ റിപ്പോർട്ടും എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്താൻ മറക്കരുത്. പോസ്റ്റ് ഓഫീസ് സംബന്ധമായിട്ടുള്ള എന്ത് ന്യൂസും ആദ്യമായി അറിയാൻ വേണ്ടി ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും പോസ്റ്റഡ് എംപ്ലോയീസിനാണെങ്കിലും പബ്ലിക്കിനാണെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം, ഞാൻ വീഡിയോസ് ചെയ്തു തരാം. സോ പോസ്റ്റൽ എംപ്ലോയീസിൻ്റെ കേസിലാണ് ഞാൻ പറയുന്നത്. RICT ഡിവൈസ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്തടുത്ത വീഡിയോസിൽ ചെയ്തു തരാം. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുക. സോ ബോർഡ റിപ്പോർട്ട് ബ്രാഞ്ച് ഓഫീസ് ഡെയിലി അക്കൗണ്ട്സിൻ്റെ റിപ്പോർട്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് എന്താണ് ബോർഡ റിപ്പോർട്ട്. അതായത് ബ്രാഞ്ച് ഓഫീസ് ഡെയിലി അക്കൗണ്ട്സ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്. അതായത് നമ്മൾ RICT ഡിവൈസിൽ ഡേ ബിഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ വർക്കുകൾ ഇപ്പം ഇൻഷുറൻസിൻ്റെ പ്രീമിയം എടുക്കുന്നു, ദെൻ ക്യാഷ് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നു, ദെൻ ബുക്കിംഗ് ചെയ്യുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. ദെൻ EMO ഉണ്ടെങ്കിൽ അത് പെയ്ഡ് ആക്കുന്നു, VP ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ബ്രാഞ്ച് ഓഫീസ് ഡെയിലി അക്കൗണ്ട്സ് നമ്മൾ മാനുവലായിട്ട് എഴുതുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡിവൈസ് ചെയ്യുന്ന ബോർഡ റിപ്പോർട്ടും പ്രിൻ്റ് എടുക്കേണ്ടതുണ്ട്. സോ ഇത് രണ്ടും കൂടെ മാച്ച് ആണോ എന്ന് നോക്കണം. സോ ഈ ബോർഡ റിപ്പോർട്ട് നിങ്ങൾ പ്രിൻ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ സംവിധാനങ്ങളെല്ലാം നിങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ CBS PLI ടൂളിൽ കയറി നമ്മൾ ഡെപ്പോസിറ്റ് ആണെങ്കിൽ ആ എമൗണ്ട് എത്രയാണ്, ദെൻ പ്രീമിയം ആണെങ്കിൽ അത് എത്രയാണ്, അതെല്ലാം നമ്മൾ നമ്മുടെ വാലറ്റിലേക്ക് കൊണ്ടുവരണം. അതിനുശേഷം ആ ഡേറ്റ സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ക്യാഷ് ബാലൻസ് റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രം, നമ്മളിപ്പം റഫായിട്ട് ഒരു നോട്ട് എഴുതി വയ്ക്കുന്നുണ്ട്, സോ അത് ഇതും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. സോ അത് ഓക്കെ ആണെങ്കിൽ രണ്ട് വാല്യൂസ് എല്ലാം സെയിം ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡേ എൻഡിലേക്ക് പോവാം. ഡേ എൻഡ് ചെയ്തതിന് ശേഷം ബോർഡ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണം. ബോർഡ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ റെസിപ്റ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരുന്നത്, ഓരോ ഹെഡിലും എത്ര എമൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ദെൻ പേയ്മെൻറ്റ് സൈഡിൽ എത്ര രൂപയാണെന്നുള്ളത് അതും കാണിച്ചു തരും. ദെൻ ബാലൻസ് എത്രയാണ് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട്, ദെൻ നമ്മൾ അക്കൗണ്ട് ഓഫീസിന് എന്തെങ്കിലും ക്യാഷ് അയക്കുന്നുണ്ടെങ്കിൽ അത് എത്രയാണ്, അതെല്ലാം പേയ്മെൻറ്റ് സൈഡിൽ വരും. ദെൻ സ്റ്റാമ്പിൻ്റെ ബാലൻസ് കാണിച്ചു തരും. പിന്നെ ലയബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എത്ര രൂപയാണെന്നുള്ളത് അതും കാണിച്ചു തരും. സോ ഇത്രയേ ഉള്ളൂ ബോർഡ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. This is the simple procedure. So first we have to select a demo booking app. There you can find an option for day end and border report. When the app is loaded, we can easily find that options. So when the app is loaded, you can find a page like this. Please scroll down. There you can find an option for day end and border report. Here I have already done day end. So border report is generated only after doing day end procedure. So here I am clicking on border report. So enter the cash amount you want to request from account office. That is the amount that we request from account office. Here the value is null, so we can easily close that menu. So here a message is appeared, that is the closing balance at the branch office is excess by 983 rupees and 50 paise. So I accept liability. Doesn't send the cash to AO. If you want to send the cash to account office, then please click on that menu. So here I am accepting that amount as liability. So then you can find two options, that is banking liability and insurance liability. Here I am writing 983.50 paise as a banking liability.
So please indicate that value against banking liability. So this is a manually written branch office daily accounts. So here you can find the opening balance, then speed post to booking receipts, then RPLA premium, CGST, SGST, and the total amount is indicated as 7,983 and 50 paise. So here I am writing that amount, the extra amount as liability. The minimum cash that is to be held in a branch office is 7,000. So 983.50 is accepted as liability. Then click on the confirm button. Here there is just a verification, and click on submit. Then the border report is generated. So please take a print of that. Here you can find all the receipts and all the payments, then a minimum and maximum balance, then postage stamps available. Then the cash balance, then cash and currency notes in hand is denoted as 7,983. Then liability is also given. So this is a way of taking a border report. So please take a print of that. Please attach that print along with the manually written daily accounts and then send it to sub office. So this is the way for generating a branch office daily accounts report. Please make sure that the manually written daily accounts is exactly similar to that generated by the RICT device. So we can easily find that all the values are correct. Please pin the border report along with the branch office daily accounts. Then send it to sub office. So thanks for watching.